അപ്പച്ചനല്ലേ ഇത്? ഇതാരാടാ പമ്മി പഞ്ഞു തന്നെ? നിനക്കൊല്ല പൈസ വേണോ? അപ്പച്ച അപ്പച്ചൻ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? നീ ആരാടാ കൊച്ചനെ? ഞാൻ ഇന്ന് കരോൾ പ്രാക്ടീസിന് വേണ്ടി വന്നതാ ഇവിടെ. ഇവിടെ കരോൾ പ്രാക്ടീസ് ഉണ്ടോ? ഇന്നിവിടെ കരോൾ പ്രാക്ടീസ് ഉണ്ട്. ഇങ്ങനത്തെ പരിപാടിയൊക്കെ അമേരിക്കയിലുണ്ടോ? ഉണ്ട്. നീ ഇരിക്കട കൊച്ചനെ, ആരെങ്കിലും വർത്താനം പറയാൻ ആളായല്ലോ. നല്ല കാര്യം. അപ്പച്ചൻ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? യാത്രയൊന്നും പറയണ്ട മോനെ. പുറത്തേക്ക് ന്യൂയോർക്കിലേക്ക് ഈ മുണ്ട് കൊടുത്ത് നമ്മളങ്ങ് ഇറങ്ങി. മുള്ളമ്പന്നി പോലെ എല്ലാവർക്കും രോമങ്ങൾക്ക് ഇങ്ങനെ ഇരു. അപ്പൊ അപ്പച്ചൻ അറിയില്ലായിരുന്നു ഇവിടെ ഇത്രയും തണുപ്പുണ്ടെന്ന്. എടാ ഇത് വല്ലത് പറഞ്ഞ എന്നോട് ഇത് വല്ലതും പറഞ്ഞതാ. അപ്പച്ചനിങ്ങ് നേരെ പോലെന്ന് പറഞ്ഞ് നമ്മളിങ്ങ് പോന്നു. അത് ശരി. അത് ശരി. തൊണ്ണയ്ക്ക് വേദന തുടങ്ങിട്ടെ ചുക്കുള്ള ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പച്ച ഞാനിന്ന് ചോദിക്കട്ടെ, അപ്പച്ചന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടില? എടാ എനിക്ക് വീട്ടിലും പുറത്തും ഒക്കെ ഒറ്റ പേരുള്ളൂ. ഇതെന്നടാ അമേരിക്കയിലെ നിനക്ക് കക്കൂസിലും പുറത്തും ഒക്കെ വേറെ വേറെ പേരുകളാ. അതല്ല അപ്പച്ച, അപ്പച്ചന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാ ചോദിച്ചേ. എന്റെ വീട്ടിലോ? എടാ ഉണ്ടായിരുന്ന മരങ്ങോടനല്ലേ കൂടെ അവനെ ആ ചുക്കുവെള്ളം പറയുന്നത് ഇവിടെ പോയി. ചുക്കുവെള്ളം. അതെ ഇത് വന്നല്ലോ. നീ ഇപ്പൊ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. എവിടെയാ കൂട്ടുകാരൊക്കെ? കൂട്ടുകാർ അവന്മാരൊക്കെ ഞാൻ പറഞ്ഞ ഇതെന്തുവാടാ ചുക്കുവെള്ളം കൊണ്ടാ തരാൻ പറഞ്ഞിട്ട് ഇത് പച്ചവെള്ളം? ഇതിനകത്തൊരു ചുക്കുമില്ലല്ലോ. അതല്ല ചുക്കുവെള്ളം, ഒരു ചുക്കുമില്ലാത്ത വെള്ളം അല്ലാണ്ടെന്നത്. ഇതൊക്കെ നീ അങ്ങോട്ടാ കുടിച്ചാ മതി. അട്ടെ അപ്പച്ച, ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പച്ചൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? പഠിച്ച കാര്യല്ലേ, പഴയ കാലാട്ടോ. അന്നൊക്കെ ഈ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ 4 ഗുസ്തിയാ. ആ സമയത്തുണ്ടല്ലോ നമ്മള് പോയിട്ടുണ്ടല്ലോ നേരെ BDS ചേർന്നു. പിന്നെ BDS അതത്രയും പിടിച്ചില്ല. 1 വർഷം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ MCA അങ്ങ് പോയി. MCA പിടിച്ചില്ല. MCA കൊണ്ടൊന്നും നമ്മൾ നടത്തില്ല. നമ്മളാരെ ജഗജില്ലയല്ലേ, നമ്മള് നേരെ MTech ചെയ്തു. അത് ശരി. അപ്പൊ അപ്പച്ചന് കമ്പ്യൂട്ടറൊക്കെ അറിയാം? കമ്പ്യൂട്ടറോ? അതെന്തുവാടാ ഈ കമ്പ്യൂട്ടർ? അപ്പൊ അപ്പച്ചന് MCA. അപ്പൊ എന്നാ അപ്പച്ച ഇത്? അപ്പച്ചൻ എന്നാ അപ്പച്ച BDS എന്ന് പറഞ്ഞാല്? BDS നിനക്കറിയാൻ പാടില്ലല്ലോ പോലെ അത്. ഇല്ല. ഞാനവിടുത്തെ അമേരിക്കയിലൊക്കെ ആവുന്ന അലക്കകത്തൊക്കെ വല്ലതും കാണുന്നത്. എടാ ഈ BDS എന്ന് പറഞ്ഞാലേ ബാച്ചിലർ ഓഫ് ഡിഗിങ് സയൻസ് എന്ന് പറഞ്ഞാൽ കുഴിവെട്ടില്ലേ, കുഴിവെട്ട്. കുഴിവെട്ടോ? അതല്ലേ പഠിച്ചോണ്ടിരുന്നത്. അത് ശരി. അപ്പൊ MCA? എടാ ഇത് കഴിഞ്ഞല്ലേ MCAക്ക് പോയത്. എടാ MCA എന്ന് പറഞ്ഞാൽ സാധാരണക്കാരോട് പണിയൊന്നുമല്ല. എന്ന് പറഞ്ഞ മാസ്റ്റർ ഓഫ് സിമെന്റ് ആപ്ലിക്കേഷൻ. കൽപ്പണിയില്ലേ, കൽപ്പണി. ഓ മേസ്ത്രി. മേസ്ത്രി എന്ന് പറയും. എന്നാ പിന്നെ മേസ്ത്രി എന്ന് പറഞ്ഞാ പോരെ? കഴിഞ്ഞല്ലേ നമ്മൾ മറ്റേതിന് പോയേ. അപ്പൊ MTechന്റെ കാര്യല്ലേ. MTech സാധാരണക്കാരനൊന്നും ചെയ്യാൻ പറ്റില്ലേ. അതിനപ്പച്ചല്ല ഒഴുകി മാറാനുള്ള കഴിവൊക്കെ വേണേ. എന്ന് പറഞ്ഞാലേ മിൽക്ക് ടെക്നോളജി, പശുക്കറവ. അങ്ങനെ പല പല പഠിക്കല് പഠിച്ചിട്ടുള്ളതാ. അത് ശരി. ആരെയും വിളിക്കുക പേര് നീ എന്താ കുറെ നേരം ടെക്സ്റ്റിങ്? നിന്റെ ഭാര്യയാണെങ്കിൽ നാട്ടിലല്ലേ, ഇത് ആർക്കെ ടെക്സ്റ്റ് ചെയ്യുന്നത്? അതെ, എല്ലാ ദിവസവും ടെസ്റ്റ് ചെയ്യേണ്ടതാ. ഒരു ദിവസം ടെസ്റ്റ് ചെയ്തില്ലേ പിറ്റേ ദിവസം അവളും കൂടി കയറി വരും. എന്തിനാ ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോണത്? അല്ല പ്രേമവിവാഹം അല്ലേ? നീ വന്ന് എന്താടാ ഒരു മണം? നീ വല്ല സിഗരറ്റും വലിച്ചിട്ടുണ്ടോടാ? അതിനെന്താപ്പാ അപ്പനെ എല്ലാം പഠിച്ചേക്കണേ. ഏട്ടാ ഭയങ്കര. നീ വന്ന് നിന്നെ ഉപദേശമൊന്നും നിനക്ക് കയറില്ല അല്ലേ എന്റെ മോനെ. ഒരു സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ആയുസിന്ന് 1 മിനിറ്റ് അങ്ങ് പോകും. ഓക്കെ, എന്നാ ഒന്ന് പുഞ്ചിരിച്ചാലോ നിന്റെ ജീവിതത്തിൽ 1 മിനിറ്റ് അങ്ങ് കൂടും. അതറിയാം. അപ്പാ അതിനല്ലേ ഞാൻ ഈ പുഞ്ചിരിച്ചുകൊണ്ട് സിഗരറ്റ് വലിക്കുന്നത്. ഇയാള് കൊള്ളാലോ, നീ അപ്പനെ വെട്ടൂലോടാ. ഇവൻ ഇന്നേ കുട്ടുണ്ടല്ലോ. വന്നില്ലല്ലോ. ഇവനെ പ്രേമിച്ച് കിട്ടിയതാണ് അപ്പച്ചനെ. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി അപ്പച്ച. അക്കടി പറ്റിയടാ, അവനും അക്കടി പറ്റി. അപ്പനെ പറ്റിയത് തന്നെ വേറെ ആർക്കാ? അത് ശരി. എടാ ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, പ്രേമിച്ച് നടക്കുന്നത് പ്രേമമൊക്കെ നമ്മളിങ്ങനെ ഒരു ബസ് യാത്ര പോലെ. അതെന്നാ അപ്പച്ച? അതല്ലേ. പക്ഷെ കല്യാണം കഴിച്ചാലുണ്ടല്ലോ അതൊരു വിമാനയാത്രയാടാ, വിമാനയാത്ര. ഓ അത് ശരി. അതെങ്ങനെ? അത് മനസ്സിലായില്ല? ഇല്ല. നിനക്ക് നിന്റെ തലയിൽ ഒന്നുമില്ല അല്ലേ? അത് ശരി.
ഈടാ ഈ ബസ് യാത്ര എന്ന് പറഞ്ഞാലേ ഈ പ്രേമിച്ചടങ്ങുമ്പോൾ അതിന് ബസ് യാത്ര എന്ന് പറയണേ. അതെ, അത് ഇഷ്ടപ്പെട്ടില്ലേ നമുക്ക് ഒരു ബെല്ലടിച്ച് അടുത്ത സ്റ്റോപ്പിൽ അങ്ങ് ഇറങ്ങാവേ. ഈ പ്ലെയിൻ യാത്രയാണെങ്കിലേ നീ ബെല്ലടിച്ച ആരെങ്കിലും ഒരു ചായ കൊണ്ട് തരും ചിലപ്പം, അല്ലെങ്കിൽ ആ ബാത്റൂമിൽ പോയിരിക്കാം. നീ എങ്ങോട്ട് ഇറങ്ങൂടാ മോനെ. അത് ശരിയാണല്ലോ. നീയൊക്കെ വിമാനത്തേലായിടാ മോനെ. ആരും കണ്ടില്ലല്ലോ, കരോളിന് ആരും വരുന്നു. ഞാൻ നോക്കിയിട്ട് വരട്ടെ. അപ്പച്ച ഒന്ന് ചോദിച്ചോട്ടെ, ഇത് ആരായിരിക്കും പ്രേമം കണ്ടുപിടിച്ചത്? നീ അത് തന്നെ ചോദിക്കണം, അബദ്ധത്തിൽ ചാടിയില്ലേ? അതെ, എനിക്ക് ചോദിച്ചല്ലേ പറ്റൂ. അതെ, ഈ പ്രേമമൊക്കെ കണ്ടുപിടിച്ചതല്ല ചൈനക്കാരും ആയിരിക്കൂടാ. അതെന്താ അപ്പച്ച? ഇതിനൊന്നും ഒരു ഗ്യാരണ്ടി ഉറപ്പില്ലാത്ത സാധനല്ലേ. അത് ശരിയാണ്, അതാണ് കാര്യം. അവരിപ്പോ എങ്ങോട്ട് എത്തും അപ്പ? അവര് വന്നല്ല, അതെ അവര് വന്നിട്ട് നിന്നോട് കാര്യം ഞാൻ പറയാൻ നോക്കും. ഇനി വേറെ എന്ത് കാര്യമാണപ്പാ? ഇടാ എനിക്ക് തിരിച്ചു പോകുമ്പോഴേ ഞാനത് അവിടുന്ന് വിളിച്ചു പറയണമെന്ന് ഓർത്തതാ, പറ്റിയില്ല. തിരിച്ചു പോകുമ്പോ എനിക്ക് ആ റോം വഴി. റോം വഴിയാ? അതിന് റോം വഴി? എടാ എനിക്ക് റോമിൽ കൂടെ ഒന്ന് ടിക്കറ്റ് തിരിച്ചു തന്നേ. അതെന്തിനാപ്പാ റോം വഴി ടിക്കറ്റ്? എടാ എനിക്കൊന്ന് പോപ്പ് മ്യൂസിക് കേൾക്കണം എന്നുണ്ട്. പോപ്പ് മ്യൂസിക് റോമിലാ? അത് പിന്നെ പോപ്പ് റോമിലൊക്കെ അല്ലേടാ ഉള്ളേ. ഓണ വഴിക്ക് അത് കേട്ടിട്ട് പോകാലോ, അമേരിക്കയിൽ വന്നതല്ലേ. ഓക്കെ, നിന്റെ ആരാണ്ടൊക്കെ പാട്ടിന് അവരിങ്ങോട്ട് എത്തിയല്ലോ. എല്ലാവരും എത്തിയല്ലോ. പോയി നോക്കിക്കേ, അവരെങ്ങ് കൊണ്ടുവന്നേ. നോക്കട്ടെ, എത്തിയെന്ന് തോന്നുന്നു ഞാൻ. എടാ കൊച്ചനെ, എന്നാ അപ്പച്ച നിനക്ക് ഈ ഹിന്ദിയൊക്കെ അറിയാമോടാ? അതറിയാലോ അപ്പച്ച. അത് ശരിയാ. എന്താ അപ്പച്ചന് ഇപ്പൊ ഹിന്ദി പഠിക്കണം എന്നൊരു ആഗ്രഹം? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ പാമ്പ് കളയ്ക്കാനും ഈ പുല്ല് വെട്ടാനും ഒക്കെ വന്നവര് ഈ ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നൊക്കെ ഉള്ളവരാണ്. അത് ശരി. അപ്പൊ അവന്മാര് നമ്മളോട് വന്നിട്ട് ഈ കണാ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കിതൊന്നും മനസ്സിലാവണില്ല. അവരുടെ അടുത്തൊരു ചെറിയൊരു നമ്മളെ ഒന്ന് കൊച്ചാക്കും അവന്മാര്. അപ്പൊ ഈ അമേരിക്കയിൽ നിന്ന് പോകുമ്പോ 2 ഹിന്ദി വാക്കെങ്കിലും പഠിച്ചിട്ട് പോകണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിലൊരുത്തനുണ്ടല്ലോ അവൻ പെശകാണ്. അവൻ വന്നിട്ട് എന്നും എന്നോട് വൈകിട്ട് പൈസ ചോദിക്കുന്നതിന് മുമ്പ് ഈ പറച്ചിലാണ്, ദുനിയാമേ കോയി നഹി, ദുനിയാമേ കോയി നഹി. എന്തുവാണ് അവൻ പറയുന്നത്? അത് അപ്പച്ചന് മനസ്സിലായില്ല. അവര് പറയുന്നതേ ഈ ദുനിയാവിൽ കോഴി ഇല്ല എന്ന്. അവന്റെ മുമ്പിലല്ല 4 കോഴി നിൽക്കണം. കൊള്ളാലോ. അന്നാ മറ്റവനുണ്ടല്ലോ ആ ഒറീസക്കാരൻ, അവനാണെങ്കി വന്നിട്ട് മറ്റവനെ നോക്കിയിട്ട് പറയും, മേ ഉസ്കോ പൂച്ച, മേ ഉസ്കോ ബാറ് ബാറ് പൂച്ച. അത് അപ്പച്ചന് മനസ്സിലായില്ല. അവര് ചോദിക്കുവാണ് അപ്പച്ചന്റെ വീട്ടിൽ പൂച്ചയുണ്ടോന്ന്. പിന്നെ ചോദിക്കുവാണ് അപ്പച്ചന്റെ വീട്ടിലും ബാറിലും പൂച്ചയുണ്ടോന്ന്. ബാറിലും പൂച്ചയാണോ? വീട്ടിലൊരു പൂച്ചയുണ്ട്, ബാറിലുണ്ടോ നമുക്കറിയത്തില്ല. പാട്ട് പാടാൻ വിളിക്കാൻ അവന്മാരെ കൂടെ എത്തിയപ്പാ. നമ്മുടെ മലയാളികളല്ലേ, സമയത്ത് വരൂലോ. അപ്പച്ചനൊക്കെ സമയത്ത് എത്തി മോനെ, നിന്നെ പോലെയൊന്നും അല്ല. അപ്പച്ച നീയാണ് കൊച്ചിലുള്ളതല്ലോ. നടക്കട്ടെ നടക്കട്ടെ. അപ്പൊ കരോള് പാടാൻ വന്നതാണല്ലേ? എന്തെങ്കിലുമൊക്കെ പഠിക്കാം. അത് പ്രാക്ടീസ് ഒന്ന് കേക്കട്ടെ. ഞാൻ ഈ കരോളൊക്കെ ഒന്ന് കേട്ടാ അവിടെ അവിടെ പാടടാ, അങ്ങോട്ട് കേക്കട്ടടാ. Dashing through the snow, la 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 la. ഈ പഴഞ്ഞ പാട്ടാണോ നിങ്ങൾ എപ്പോഴും കരോളിന് പാടണേ? പിന്നെ എന്നാ പാട്ടാപ്പ? ഇതല്ലേ പാട്ട്. ഈടാ ചെറുക്ക, നാട്ടിലൊക്കെ ഇപ്പൊ എന്താ കഥ അറിയാവോ? ഇതൊക്കെ നാട്ടിൽ വന്നിട്ട് എത്ര നാളായാ? അപ്പന്റെ നമ്പർ ഉണ്ട് കേട്ടോ. അപ്പന്റെ അടുത്ത് വല്ല ഉണ്ടോ അപ്പ? അപ്പന്റെ അടുത്ത് വല്ല നമ്പർ ഉണ്ടോന്ന്? അപ്പനല്ല, അപ്പൻ നാട്ടിൽ നിന്നൊക്കെ, നാട്ടിലൊക്കെ അല്ല അടിച്ചു പൊളിച്ചുള്ള പാട്ടാ നടക്കണേ. അപ്പൊ നമുക്കൊരു കാര്യം, നീയൊക്കെ ഇതൊക്കെ പാടുമ്പോ ഒരു ക്രിസ്മസ് കരോളൊക്കെ അല്ലേ, ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്തൊരു പാട്ടങ്ങ് പാടണത്. അത് ഞാൻ പാടാം. അതിനാളുണ്ടല്ലോ. അത് നിങ്ങൾ എല്ലാരും കൂടെ നീ ഊമേ. ഈ പാട്ട് ഇന്ന് വരെ ആരും കേട്ടിട്ടില്ല അപ്പച്ച. അത് ശരിയാ, അത് ശരിയാ. എടാ ഈ പാട്ടൊന്നും പറ്റത്തില്ല. ഞാൻ പറയട്ടെ, നമുക്ക് ഈ പ്രാവശ്യം ക്രിസ്മസ് നമുക്കൊരു നാടൻ സ്റ്റൈലിൽ അടിച്ചു പൊളിക്കാം. നല്ല കാര്യമാണല്ലോ അപ്പച്ച. ആൾക്കാരോട് നീ ആണെങ്കി ഇപ്പൊ ഇച്ചിരി മുമ്പ് പിള്ളേരൊക്കെ കണ്ടില്ലേ എന്തായിരുന്നു ഡാൻസ് കളിയൊക്കെ? നമ്മളും അതുപോലെയൊക്കെ ഉണ്ടല്ലോ അടിച്ചു പൊളിച്ചൊരു ക്രിസ്മസ് കരോള്. നല്ല കാര്യം അപ്പച്ച. ആയിക്കോട്ടെ, എന്നാ ആയിക്കോട്ടെ അല്ലേ?
오빤 강남스타일 강남스타일 낮에는 따사로운 인간적인 여자 커피 한 잔에 여유를 아는 품격 있는 여자 밤이 오면 심장이 뜨거워지는 여자 그런 반전 있는 여자 낮에는 너만 따사로운 그런 선호해 커피 식기도 전에 원샷 때려 선호해 밤이 오면 심장이 터져버리는 선호해 그런 선호해 아름다워 사랑스러워 그래 너 그래 바로 너 아름다워 사랑스러워 그래 너 그래 바로 너 지금부터 내까지 Up and Gangnam Style.